അമ്മയ്ക്ക് തയ്യൽ മെഷീൻ ഇല്ലയോ? ഉണ്ട്. അതെടുത്ത് 2 കറക്കെങ്കിലും കറക്ക്, കാറ്റേലും കിട്ടട്ടെ. നീ എന്നെ തയ്യൽ മെഷീനൊന്നും കറക്കാൻ പഠിപ്പിക്കണ്ട, ഞാൻ നല്ല ഒന്നാന്തരമായിട്ട് കറക്കും. ആ, അച്ഛനെ കറക്കുന്ന പോലെ യുഗാന്തരങ്ങളായിട്ട് അതൊരു അനാഥപ്രേതം പോലെ മൂളി ഇരിക്കുക. ഒരു ബ്ലൗസ് എഴുതി തയ്ക്കാൻ അറിയാം? അറിയാം. ആ, അറിയാം. സൂചി നൂലിനകത്തൂടെ കയറ്റി കീറിയ നിക്കറിന്റെ മൂട് കൈകൊണ്ട് തയ്ക്കാൻ അറിയാം. പിന്നെ പാവാടയുടെ വള്ളി അപ്പുറത്തൂടെ എടുത്ത് ഇപ്പുറത്തൂടെ വലിച്ചിറക്കാനും അറിയാം. നിനക്ക് ബ്ലൗസ് തയ്ക്കാൻ വരുന്ന പെണ്ണിനെ വാങ്ങി നോക്കാനല്ലയോടാ? എല്ലാരോടും അങ്ങ് പറച്ചില്ല. എന്റെ വീട്ടിൽ മെഷീൻ ഉണ്ട്, മെഷീൻ ഉണ്ട്, തയ്ക്കാൻ അറിയത്തില്ല. മതിയടാ, കഴിഞ്ഞ ഓണത്തിന് ഞാൻ ബ്ലൗസ് തയ്ച്ചില്ലയോടാ? അതൊന്നും പറയല്ലേ, ആ തയ്ച്ച ബ്ലൗസ് വലിച്ചിട്ട് നിക്കറായിപ്പോ. ഞാനൊരു മോഡേൺ ബ്ലൗസ് ഒക്കെ തയ്ക്കുന്നുണ്ട്, കുറേ കെട്ടൊക്കെ ഉള്ള, കാണിച്ചു തരാൻ ഞാൻ. ജിമ്മി പോകുമ്പോ ലെങ്കോട്ടി ഇല്ലായിരുന്നു, സെറ്റ്. നിന്നെ പഠിക്കാൻ വിട്ടിട്ട് നീ ജോലി മേടിച്ചോ? പിന്നെന്തുവാ? ഒരു കാര്യം ചോദിച്ചോട്ടെ, അമ്മയുടെ കാമുക വല്ല ഗിഫ്റ്റ് തന്നെയാണോ ആ തയ്യൽ മെഷീൻ? അമ്മാതിരി കമന്റ് ഒന്നും ഇങ്ങോട്ട് വേണ്ട. അല്ല, ഒരു ഉപകാരം ഇല്ലാതെ ഒരു സ്മാരകം പോലെ അത് ഇരിക്കുന്ന കണ്ടങ്ങ് ചോദിച്ചു പോയതാണേ. ആരെങ്കിലും തയ്ക്കാൻ അറിയാവുന്നവര് വന്ന് ചോദിച്ചാ പറയും കേടാ, ഉപയോഗിക്കത്തില്ല ഇവിടുത്തെ. എന്റെ തയ്യൽ മെഷീനെ ഞാനല്ലാതെ വേറെ ആരും തുറന്നത് എനിക്ക് ഇഷ്ടമല്ല. കുറച്ച് നാള് ബ്ലൗസ് തയ്ക്കാൻ പഠിക്കാൻ പോയി. ഇപ്പൊ തയ്ക്കുന്ന ഏച്ചിയായിട്ട് കമ്പനിയാ. പുള്ളിക്കാരി അമ്മയുടെ ബ്ലൗസ് തയ്ക്കും. ഞങ്ങളെ പോലെ തയ്യൽ പഠിക്കാൻ കഴിവില്ലാത്തൊരു തയ്യൽ പഠിക്കാൻ ചെല്ലും, ഞങ്ങളുടെ കൂടെ ഓർഡർ അവരങ്ങ് പിടിക്കും. തുണി വെട്ടുന്ന കത്രിക ഇപ്പം മത്തി വെട്ടം ഉപയോഗിക്കുക.